നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അസ്ഥികൾ പൂക്കുന്ന മണ്ണിൽ സമരേതിഹാസത്തിന് അന്ത്യവിശ്രമം. കാലത്തെ സാക്ഷിയാക്കി വലിയ ചുടുകാട്ടിൽ VSന് നിത്യനിദ്ര. PT പുന്നൂസിനും TV തോമസിനും അരികെയാണ് VSനും അന്ത്യവിശ്രമം ഒരുക്കിയത്. VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങൾ. വേലിക്കകത്ത് വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും റീക്രിയേഷൻ ക്ലബിലും പൊതുദർശനം. കേരളത്തിന്റെ സമരനായകൻ VS അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ ആയിരങ്ങൾ കരുനാഗപ്പള്ളിയിൽ. ബുധനാഴ്ച രാവിലെ 6-നാണ് വിലാപയാത്ര കരുനാഗപ്പള്ളിയിലെത്തിയത്. ചുവന്ന പൂക്കൾ അർപ്പിച്ച ആയിരങ്ങൾ. ഓച്ചിറയിലും കായംകുളത്തും വൻ ജനാവലി. രാത്രിയും മഴയും കടന്ന VSനെ കാണാൻ വൻ ജനക്കൂട്ടം. വിശദമായ വാർത്തകളിലേക്ക്. അസ്ഥികൾ പൂക്കുന്ന മണ്ണിൽ സമരേതിഹാസത്തിന് അന്ത്യവിശ്രമം. കാലത്തെ സാക്ഷിയാക്കി പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ VSന് നിത്യനിദ്ര. PT പുന്നൂസിനും TV തോമസിനും അരികെയാണ് VSനും അന്ത്യവിശ്രമം ഒരുക്കിയത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങിയത് വലിയ ചുടുകാട്ടിലെ സ്വന്തം പേരിലുള്ള ഭൂമിയിലാണ്. VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി 22 സെന്റ് ഭൂമി വാങ്ങിയത്. ഇവിടെയാണ് വിപ്ലവ സൂര്യന്റെ അന്ത്യവിശ്രമം. VSന്റെ പോരാട്ട ജീവിതത്തിൽ വലിയ ചുടുകാടിന് വലിയ പ്രാധാന്യമാണുള്ളത്. VSനെ അറിയുന്നവരും രക്തസാക്ഷികളായി. ജീവനോടെയും അല്ലാതെയും അവരെ വലിയ ചുടുകാട്ടിലാണ് കൂട്ടിയിട്ട് കത്തിച്ചത്. P കൃഷ്ണപിള്ള, PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK കുഞ്ഞച്ചൻ, N ശ്രീധരൻ, PK വിജയൻ, സൈമൺ ആശാൻ, R സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടയമൂരി, CK ചന്ദ്രപ്പൻ തുടങ്ങിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഊടും പാവും പകർന്ന സമുന്നതർക്കൊപ്പമാണ് VSന്റെ നിത്യനിദ്ര. ഇവിടെ അണയാത്ത സമരജ്വാലയായി VS ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. VSന് ചവറയുടെ ആദരാഞ്ജലി. ചവറ ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 5:45 വിലാപയാത്ര ചവറയിലെത്തിയത്. VS ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണ്. അദ്ദേഹം മധ്യസ്ഥരോടും പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് വിശാലമാണ്. സാധാരണക്കാർക്കും അനീതിക്കുമെതിരായി അദ്ദേഹം ഏതറ്റം വരെയും പോകുന്ന ഒരു പ്രകൃതമാണ് VSനുള്ളത്. അദ്ദേഹം വളർന്നു വന്ന പാത ആ തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അത്തരക്കാർക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ VSനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായി മാറിക്കഴിയാൻ കഴിഞ്ഞതും. 10 മണിക്കൂറിലധികം വൈകിയാണ് VSന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം ചവറയിലെത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനാണ് VS എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് VSന്റെ മൃതശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂട്ടുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. സ്വന്തം ജീവിതം മുഴുവൻ ഉടനീളം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി വിനിയോഗിച്ച അസാമാന്യമായ ശേഷിയുള്ള വ്യക്തിത്വത്തിനുടമയാണ് VS. അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആപാരവൃദ്ധ ജനങ്ങൾ
അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ, അവസാനമായിട്ടൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ അർദ്ധരാത്രിയിലും ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. രാത്രിയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വഴിയോരങ്ങളിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വൈകിയതിനാൽ പുലർച്ചെ 5:45 VSന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചവറയുടെ മണ്ണിലെത്തിയത്. ചവറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. നമ്മുടെ ജില്ലയിലൂടെ VSന്റെ ഭൗതിക ശരീരം അന്ത്യോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ കാവനാട് എത്തിയിരിക്കുകയാണ്. അടുത്തത് ഈ കാവനാട് നിന്നും ചവറയിലേക്ക് എത്തുക സാധാരണ വരുന്ന അത്രയും ഒരു വേഗത്തിൽ എത്താൻ പറ്റില്ല. കാരണം ഓരോ ജംഗ്ഷനുകളിലും ജനസമൂഹം ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം കൃത്യം സമയം ഏത് സമയത്ത് ആലപ്പുഴയിൽ എത്തും എന്നുള്ളത് അത് കണ്ടു തന്നെ കാണണം. ആ രീതിയിൽ ജനങ്ങളെ തങ്ങളുടെ പ്രിയ നേതാവ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രയധികം സ്പർശിച്ചു പോയ ഒരു നേതാവ് വേറെ ഇല്ലാന്ന് വേണം പറയാൻ. സമര പോരാട്ടത്തിലൂടെ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റവും ജനങ്ങളുടെ മാത്രമല്ല ഈ പ്രകൃതിയുടെയും ഒക്കെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ പോരാടിയ ദീർഘനാളത്തെ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിനെ വീണ്ടെടുത്ത വലിയ നേതാവാണ്. കഴിഞ്ഞ പുലർച്ചെ 12:40 കൊല്ലം ജില്ലയിൽ വിലാപയാത്രയ്ക്ക് പ്രവേശിക്കാനായത്. പാരിപ്പള്ളിയിൽ ജനസഹസ്രങ്ങളാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. സഖാവ് VS ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു. 1964 പാർട്ടി പിളർന്ന് CPM രൂപീകൃതമായപ്പോൾ ആ 34 പേരിൽ ഒരാളായിരുന്നു സഖാവ് VS. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സഖാവ് VS. ഒരു തൊഴിലാളിവർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് കാണിച്ചു തന്ന നേതാവായിരുന്നു സഖാവ് VS. പിന്നിട്ട വഴികളിലെല്ലാം സ്നേഹത്താൽ പൊതിഞ്ഞ VSന് അന്ത്യാഭിവാദ്യങ്ങൾ ജനങ്ങൾ അർപ്പിച്ചു. മഴയത്തും അണയാത്ത അമരസ്മരണകളുടെ തീജ്വാലയായി VS മാറുന്ന കാഴ്ചയാണ് അവസാന നിമിഷവും കണ്ടത്. CPMന്റെ നേതൃത്വത്തിലായിരുന്നു ചവറയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, മുൻ MP K സോമപ്രസാദ്, T മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറെ വിഷമത്തോടുകൂടിയാണ് കേരളത്തിൻ്റെ സമരനായകൻ സഖാവ് VSന്റെ മരണം നമ്മളെല്ലാവരും ശ്രമിച്ചത്. ഈ വൈകിയ വേളയിലും അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങൾ എത്തുന്നത് അദ്ദേഹം ഒരു സമര രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആളായതുകൊണ്ടാണ്. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, അധസ്ഥിതന്, സാധാരണക്കാരന്, തൊഴിലാളി വർഗത്തിന് ഒരു സമര പോരാട്ടത്തിന് ചരിത്രം രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് VS അച്യുതാനന്ദൻ. VS ഒരു ചരിത്രമായി മാറുകയാണ്. നമ്മളെ ജന്മിത്ത വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റെ ഐതിഹാസിക സമരങ്ങളിൽ തുടക്കം കുറിച്ച് ചുറ്റുവട്ടാളത്തോട് ഏറ്റുമുട്ടി വീരേതിഹാസം രചിച്ച രക്തസാക്ഷികളുടെ മണ്ണിൽ പിറന്ന VS ആണ് നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്നത്. ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്, ഒരു നൂറ്റാണ്ട് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും VSനെ ഓർക്കുമ്പോൾ ഇനിയും നമ്മളെ നയിക്കേണ്ടത് VS ആണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷവും മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. കേരളത്തിന്റെ സമരനായകൻ VS അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ ആയിരങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ തടിച്ചുകൂടിയത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ കരുനാഗപ്പള്ളിയിൽ എത്തിച്ചേരുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയതാകട്ടെ ബുധനാഴ്ച രാവിലെ 6-നാണ്.
കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ VSന്റെ വരവും കാത്തിരുന്നു. സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ വലിയ സ്ക്രീനിൽ VSന്റെ വിലാപയാത്ര ഓരോ പോയിന്റ് കടക്കുമ്പോഴും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കണ്ണിമ ചിമ്മാതെ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന പ്രവർത്തകർക്ക് മുന്നിലേക്ക് രാവിലെ 6 മണിയോടെയാണ് VSന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര എത്തിയത്. നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിയ ജനക്കൂട്ടമായിരുന്നു കരുനാഗപ്പള്ളി ടൗണിൽ തടിച്ചുകൂടിയത്. പോലീസും റെഡ് വോളണ്ടിയേഴ്സും പ്രവർത്തകരും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുവന്ന വാഹനം കടത്തിവിട്ടത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തടിച്ചുകൂടി. ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. നിരവധി സംഘടനകളും വ്യക്തികളും മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. CPM നേതാക്കളായ T മനോഹരൻ, PB സത്യദേവൻ, PR വസന്തൻ, സൂസൻ കോടി, A അനിരുദ്ധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആലപ്പുഴ ജില്ലയിലേക്ക് VSന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര കടന്നത് ബുധനാഴ്ച രാവിലെ 7ഓടെയാണ്. ഓച്ചിറയിൽ നിന്നും ജില്ലാ കളക്ടർ, CPM നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര കടന്നു. ഒരു രാത്രി വൈകി രാവിലെ 6:30യോടെയാണ് മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ വിലാപയാത്രയ്ക്ക് ആദരവ് നൽകി. ഓച്ചിറ ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തു നിന്നുമാണ് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് കടന്നത്. തുടർന്ന് KPAC, GDM ഹാൾ, കരിയിലക്കുളങ്ങര എന്നിവിടങ്ങളിൽ VSന് ആദരവർപ്പിക്കാൻ സൗകര്യമൊരുക്കി. ആയിരങ്ങളാണ് ഓച്ചിറയിൽ VSനെ അവസാനമായി കാണാനെത്തിയത്. 20 മണിക്കൂറിലധികം പിന്നിട്ടാണ് VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തിയത്. CPMന്റെ ആലപ്പുഴയിലെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് വിലാപയാത്രയെ ആദരവോടെ ഓച്ചിറയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചത്. അവകാശമില്ലാതിരുന്ന കാലത്തുണ്ടല്ലോ കേരളത്തിന്റെ സമരനായകന്റെ ശരീരം നിർവഹിച്ചുകൊണ്ടുള്ള ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2ഓടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത്. മണിക്കൂറുകൾ വൈകി പുലർച്ചെ 1ഓടെയാണ് വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് കടന്നത്. രാവിലെ 7 മണിയോടെയാണ് കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര കടന്നത്. ആയിരങ്ങളാണ് ഓച്ചിറയിൽ ഉൾപ്പെടെ അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തുനിന്നത്.
കേരളത്തിന്റെ പ്രിയ സഖാവ് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചതു മുതൽ ആയിരങ്ങളാണ് വഴിവക്കിൽ കാത്തുനിന്നത്. രാത്രിയിൽ കനത്ത മഴയെയും അവഗണിച്ച് വഴിയിലുടനീളം ആളുകൾ ഒഴുകിയെത്തി. ജീവിതം സമരമാക്കുകയും ജനകോടികളെ സമരസജ്ജരാക്കുകയും ചെയ്ത നൂറ്റാണ്ടിന്റെ ജനനായകനെ അവസാനമായി കാണാൻ കൊല്ലത്തിന്റെ ചരിത്രഭൂമികയിൽ ആയിരങ്ങളാണ് കാത്തുനിന്നത്. കർമ്മവഴികളിൽ കൊല്ലത്തെ എന്നും നെഞ്ചോട് ചേർത്ത ധീരനായ നേതാവിനെ ഒരു നോക്ക് കാണാനായി ദേശീയപാതയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പാതിരാത്രിയിലും മഴയിലും മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നു. പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പുഷ്പചക്രം അർപ്പിച്ച് ജില്ലയിലേക്ക് വിലാപയാത്രയെ ഏറ്റുവാങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, കെ സോമപ്രസാദ്, MH ഷാരിയർ, എസ് ജയമോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ അതിർത്തിയായ ഓച്ചിറയിലെത്തിയപ്പോഴേക്കും ആയിരങ്ങളാണ് VSനെ അവസാനമായി കാണുവാനായി എത്തിയത്. CPM ശൂർനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആലപ്പുഴ ജില്ലയിൽ ഓച്ചിറയ്ക്ക് ശേഷം VSന്റെ ഭൗതിക ശരീരം രാവിലെ 7:30-നാണ് കായംകുളത്തെത്തിയത്. രാത്രി മുഴുവൻ ആയിരങ്ങൾ VSനെ കാത്തുനിന്നു. ശക്തമായ മഴയെയും അവഗണിച്ച് നിരവധി പേരാണ് VSനെ കാത്തുനിന്നത്. VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര രാത്രി 7 മണിയോടെ കായംകുളത്ത് എത്തുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ മണിക്കൂറുകൾ വൈകി രാവിലെ 7:24-നാണ് കായംകുളത്തെത്തിയത്. രാത്രി മുഴുവൻ കനത്ത മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് പേരാണ് കായംകുളം KSRTCക്ക് സമീപം VSനെയും കാത്തുനിന്നത്. CPM ഏരിയ സെക്രട്ടറി B അബിൻഷായുടെ നേതൃത്വത്തിലായിരുന്നു വിലാപയാത്രയെ ഏറ്റുവാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. വിലാപയാത്ര വൈകുമെന്നറിഞ്ഞിട്ടും ഇവർ റോഡരികിൽ കാത്തുനിന്നു. രാവിലെ 7:24 വരെ. ആയിരങ്ങളാണ് രാവിലെ VSനെ കാണാനായി കായംകുളത്തേക്ക് ഒഴുകിയെത്തിയത്. ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവരും പത്തനംതിട്ട ജില്ലയിൽ ഉള്ളവരും ഉൾപ്പെടെ കായംകുളത്തേക്ക് എത്തുകയായിരുന്നു. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏറെ നേരം നിർത്തിയിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വളരെ പതുക്കെ ജനങ്ങളുടെ ഇടയിലൂടെ ഇത് കടന്നു പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വേലിക്കകത്ത് വീടിനോട് വിട ചൊല്ലി VS. ജനസാഗരത്തെ നിയന്ത്രിക്കാൻ പോലീസും റെഡ് വോളണ്ടിയർമാരും ഏറെ ബുദ്ധിമുട്ടി. 22 മണിക്കൂർ പിന്നിട്ടാണ് VSന്റെ ഭൗതിക ശരീരം പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചത്. ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ VSനെ കാണാൻ വലിയ ജനക്കൂട്ടമാണ് വഴിയിലാകെ തടിച്ചുകൂടിയത്. 10 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കാനാണ് ശ്രമം നടത്തിയതെങ്കിലും VSനെ ഒരു നോക്ക് കാണാൻ വഴിയരികിൽ ആയിരങ്ങൾ കാത്തുനിന്നതിനാൽ സാധിച്ചില്ല. 22 മണിക്കൂറുകൾ പിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ച വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയത്. വീടിന് മുന്നിലെ ജനസാഗരത്തെ നിയന്ത്രിക്കാൻ പോലീസും റെഡ് വോളണ്ടിയർമാരും ഏറെ ബുദ്ധിമുട്ടി. 2.5 മണിക്കൂർ നീണ്ടതായിരുന്നു വീട്ടിലെ പൊതുദർശനം. ഇതിനുശേഷം മൃതദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ശാസ്താംകോട്ട സിനിമാ പറമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ ശാസ്താംകോട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശാസ്താംകോട്ട സിനിമാ പറമ്പ് ജംഗ്ഷന് സമീപമാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം.
ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ ശാസ്താംകോട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിലെ പ്രധാന പിതൃതർപ്പണ കേന്ദ്രമായ മുണ്ടക്കൽ പാപനാശത്ത് വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി. 24-ന് പുലർച്ചെ 3-ന് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. മുണ്ടക്കൽ പാപനാശം കടപ്പുറത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 24-ന് പുലർച്ചെ 3 മണി മുതൽ തന്ത്രി തടത്തിൽമഠം TK ചന്ദ്രശേഖരൻ സ്വാമിയുടെയും 15-ലധികം ക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന തന്ത്രിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണവും തിലഹവനവും നടക്കുന്നത്. ഒരേ സമയം 1000 പേർക്ക് തർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൃഷിവകുപ്പിന്റെ പ്രത്യേക സ്റ്റാളും സജ്ജീകരിച്ചിട്ടുണ്ട്. സൗജന്യമായി ഫലവൃക്ഷ തൈകളും സബ്സിഡി നിരക്കിൽ തെങ്ങിൻ തൈകളും ലഭ്യമാകും. പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ തുടങ്ങി കൃഷിക്കാവശ്യമായ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാകും. വിവിധ വകുപ്പുകളുടെ സേവനവും ഇതോടനുബന്ധിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അണ്ണാ DHRM പാർട്ടിയുടെ 5ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 24, 25, 26 തീയതികളിൽ കൊല്ലത്ത് നടക്കും. വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം 26-ന് പീരങ്കി മൈതാനിയിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അണ്ണാ DHRM പാർട്ടിയുടെ 5ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 24 മുതൽ 26 വരെ കൊല്ലത്ത് നടക്കും. വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ജൂലൈ 26-ന് പീരങ്കി മൈതാനിയിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യും. അണ്ണാ DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം അധ്യക്ഷത വഹിക്കും. ജൂലൈ 24-ന് അണ്ണാ DHRM പാർട്ടിയുടെ കൊട്ടാരക്കരയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തുന്നതോടെയാണ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുക. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 10,000-ലധികം പ്രവർത്തകർ അണിനിരക്കുന്ന ശക്തി പ്രകടനവും ഉണ്ടാകുമെന്ന് സജി കൊല്ലം, ഉഷ കൊട്ടാരക്കര, ബൈജു പത്തനാപുരം, സിബു കാരങ്കോട്, അശ്വതി ഇരവിപുരം എന്നിവർ അറിയിച്ചു. 24, 25, 26 തീയതികളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 24-ാം തീയതി സംസ്ഥാന ഓഫീസിൽ പതാക ഉയർത്തിക്കൊണ്ട് പാർട്ടിയുടെ സമ്മേളനത്തിൽ തുടക്കം കുറിക്കും. 25-ാം തീയതി പാർട്ടി ഓഫീസിൽ തന്നെയാണ് പ്രതിനിധി സമ്മേളനം നടത്തുന്നത്. 26-ാം തീയതിയാണ് പൊതുസമ്മേളനം നമ്മുടെ പീരങ്കി മൈതാനത്ത് നടത്തപ്പെടുന്നത്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് UDFന്റെ കൺവീനറും അതോടൊപ്പം തന്നെ MP-യുമായിട്ടുള്ള അടൂർ പ്രകാശ് സാറാണ്. മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് കൊടുക്കുന്ന സുരേഷ് MP, അതോടൊപ്പം തന്നെ തമിഴ്നാട് VCK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടിയുടെ MP ആയിട്ടുള്ള ഡോക്ടർ രവി, അതോടൊപ്പം തന്നെ KPCC എക്സിക്യൂട്ടീവാണ് ജ്യോതികുമാർ ചാമക്കാല, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലിയേരി, CSDSന്റെ സംസ്ഥാന പ്രസിഡന്റ് MS സജൻ, ദളിത് ഐക്യ സമിതിയിലെ സംസ്ഥാന പ്രസിഡന്റ് KK ജിൻഷു, അതോടൊപ്പം തന്നെ ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ പ്രസിഡന്റ് മാരിയപ്പൻ നീരുപ്പാറ, ദളിത് സാമൂഹ്യ പ്രവർത്തകൻ VM മാസൻ, DSS കേരള കാസർഗോഡ് ജില്ലയിലെ പ്രസ്ഥാനത്തിന്റെ ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കനത്ത മഴയിൽ കല്ലട പരപ്പാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി വരെ വ്യാപിച്ചു കിടക്കുന്ന അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത്. കനത്ത മഴയെ തുടർന്നാണ് കല്ലട പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത്. 101.91 മീറ്ററായാണ് ജലനിരപ്പ് ഉയർന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 100.37 മീറ്ററായിരുന്നു ജലനിരപ്പ്. 115.82 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ ഷട്ടർ ലെവൽ 106.68 മീറ്ററാണ്. ഷട്ടർ ലെവലിന് മുകളിൽ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ ഷട്ടറുകൾ തുറക്കേണ്ടി വരൂ. പൊന്മുടി വരെ വ്യാപിച്ചു കിടക്കുന്ന അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ 28 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അണക്കെട്ടിന്റെ പ്രധാന പോഷക നദിയായ കല്ലടയാറ്റിലാണ് നീരൊഴുക്ക് ബലപ്പെട്ടത്. കരുതുരുട്ടിയാർ അടക്കമുള്ള മറ്റ് പോഷക നദികളിലും താരതമ്യേന ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു വെള്ളമൊഴുക്കേണ്ട സാഹചര്യം നിലവിലില്ല. കാലവർഷം ശക്തമായി തുടങ്ങിയ കഴിഞ്ഞ 3-ന് അണക്കെട്ടിലെ ജലനിരപ്പ് 99.57 മീറ്റർ ആയിരുന്നു. മുൻവർഷം 98.34 മീറ്റർ ജലനിരപ്പായിരുന്നു ഉണ്ടായിരുന്നത്. 2 മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത്. കിഴക്കൻ മേഖലയിൽ രാത്രിയിലാണ് മഴ ശക്തം. അണക്കെട്ടിൽ നിന്നും KSEBയുടെ വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിലേക്ക് വെള്ളമെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.
പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷിലു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനയചന്ദ്രൻ, കരാറുകാരനായ VPM കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ എന്നിവരാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്ത സന്ദർശിച്ചത്. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു തുടങ്ങും. ചെറുതും വലുതുമായ 10 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. പൊളിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ നിന്ന് മാലിന്യം നീക്കാമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകൾ നേരത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരുന്നു. പഴയ കെട്ടിടങ്ങളിലെ കടമുറികൾ ഒഴിയാൻ ഏതാനും വ്യാപാരികൾ വിസമ്മതിച്ചതാണ് പ്രവൃത്തി ഇത്രയും വൈകിച്ചത്. ഇത് ഞങ്ങൾ അങ്ങനെ വ്യാക്കം മാറ്റി പറയുന്നത് ഞങ്ങൾ ഉറപ്പാണ് പറയുന്നത്. കറണ്ട് കൂടെ തരണം. അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് പൊളിക്കാം. അടുത്ത നിങ്ങളുടെ വർക്കിംഗ് ഡേ അടുത്ത തിങ്കളാഴ്ച. ശനിയാഴ്ച 5ആണ്. സൺഡേ ഇല്ല. നിങ്ങൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ മാഡം ഞങ്ങൾ ആരും കാണാം. കെട്ടിടം പൊളിക്കാൻ നേരത്തെ പലതവണ തുനിഞ്ഞെങ്കിലും വ്യാപാരികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കടയൊഴിയാൻ നഗരസഭാ അധികൃതർ വ്യാപാരികൾക്ക് കഴിഞ്ഞ 5-ാം തീയതി വരെ സമയം നൽകി. തുടർന്ന് കടകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5.65 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. 21,000 ചതുരശ്ര അടിയിൽ നൂതന സംവിധാനങ്ങളോടെയാണ് പുനരുദ്ധാരണം. 2025 ഡിസംബർ 31-നാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി. കെട്ടിടം പൊളിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്തയാഴ്ചയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. ഇവിടുത്തെ കച്ചവടക്കാരുമായിട്ട് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണായിട്ട് സംസാരിക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പകരം സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടവും പകരം ഷെഡ് കെട്ടുന്നതിനുള്ള സൗകര്യം അറിയിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു 3 ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മഴ ആയതുകൊണ്ട് വീണ്ടും 1 മാസം സമയം കൊടുത്തു. 24 മണിക്കൂറിനകം മാറണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് കൊടുത്തു. പക്ഷേ ഇതുവരെയും ഈ കച്ചവടക്കാർ ഇവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ഈ ഫെബ്രുവരിയോടുകൂടി നഗരസഭയുമായിട്ട് വെച്ച എഗ്രിമെൻറ്റിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ട്. ഈ ഫെബ്രുവരിക്ക് ശേഷം നഗരസഭയിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല, വാടക അടയ്ക്കുന്നില്ല. അപ്പോൾ ഏത് നിമിഷം അവരെ ഒഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതേസമയം പുനലൂരിനൊപ്പം നടപടികൾ ആരംഭിച്ച അഞ്ചലിലും കൊട്ടാരക്കരയിലും മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുസാവരി ബംഗ്ലാവ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്താണ് പുനലൂരിൽ മുസാവരി ബംഗ്ലാവിന്റെ നിർമ്മാണം നടക്കുന്നത്. പുനലൂർ തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ മുസാവരി ബംഗ്ലാവിന്റെ നിർമ്മാണം നടന്നിരുന്നു. തൂക്കുപാലത്തിന്റെ നിർമ്മാണ സമയത്ത് എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ളവർക്ക് താമസിക്കാനായി നിർമ്മിച്ച കെട്ടിടമാണ് പുനലൂരിലെ മുസാവരി ബംഗ്ലാവ്. ഇവിടെ താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ 5 അടിയോളം ഉയരത്തിൽ കൂറ്റൻ തൂണുകൾ ഉണ്ടാക്കി അടിത്തറ ഉയർത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് ഇപ്പോൾ കെട്ടിടം MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചത്. എന്നാൽ നവീകരണം പൂർത്തിയാക്കി മാസങ്ങളായിട്ടും ഇത് തുറന്നു നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. കെട്ടിടത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച കെട്ടിടം ശബരിമല സീസണിലും തുറന്നു നൽകിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിലുരുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധം. BJP ആനയടി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആനയടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം.
ശൂരനാട് ആനയടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡിലുരുണ്ട് BJP പ്രവർത്തകർ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആനയടി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. BJP കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറ്റേടം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും, അത് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും, അവർ രണ്ടും തോളോട് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിലേറി എങ്ങനെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം കൂട്ടായ്മയായി ഇന്ന് നമ്മുടെ ഇടത് വലത് മുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിക്കഴിഞ്ഞു. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളായാലും ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുന്ന റോഡുകളായാലും പഞ്ചായത്തിന്റെ തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന റോഡുകളായാലും ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കി സാധാരണക്കാരന് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം വലിയ വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനയടി വെള്ളച്ചിറ റോഡ് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഇതുപോലുള്ള പ്രതിഷേധ സമരം നടത്തുമ്പോൾ കുറച്ച് മെറ്റിൽ കൊണ്ടുവന്ന് നിരത്തിവിടുന്നതല്ലാതെ കാര്യക്ഷമമായി ഇത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇതിനെ നവീകരിക്കുവാനായിട്ട് അധികൃതരുടെ ഭാഗത്തൊന്നും യാതൊരു വിധമായ നടപടിയും ഉണ്ടാവുന്നില്ല. ഏരിയ പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റലിൽ പോയാൽ കെട്ടിടം ഇടിഞ്ഞ് വേണ്ടി ചാവും, സ്കൂളിൽ പോയാൽ ഒന്ന് പാമ്പ് കടിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് അടിച്ച് ചാവും. ഇങ്ങനെ നമുക്ക് യാതൊരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ യാതൊരു ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് പൊട്ടക്കണക്കിൽ വീണ പട്ടിയെ പോലെ ഇവിടുത്തെ പൊതുജനം വലയുകയാണ്. കേരളം എന്തുവാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ വലയുകയാണ്. മോഹനൻപിള്ള, BR ശശി, പഞ്ചായത്ത് അംഗം ശാന്തകുമാരി, വിഷ്ണു സോമൻ, അജിത് ആനയടി, മനു മോഹൻ, ശ്യാം ശൂർനാട്, അനിൽ കരിമ്പിൻപുഴ, ശാന്തകുമാർ, തുളസീധരൻ, രാമചന്ദ്രൻ നായർ, ഷിജു ശൂർനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. AITUCയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു. ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് ഉപരോധിച്ചത്. AITUC തൊഴിലാളിയെ ജീവനക്കാരും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് AITUCയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. AITUC തൊഴിലാളിയെ മറ്റൊരു ജീവനക്കാരനും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. മർദ്ദനത്തിൽ AITUC തൊഴിലാളിയായ ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബിജുവിനെ മർദ്ദിച്ചത് തോട്ടം തൊഴിലാളി ഷൈജുവും ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാറും ചേർന്നാണെന്നും ഷൈജുവിനെതിരെ നിയമ നടപടിയെടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓയിൽ പാമിലെ തൊഴിലാളിക്ക് സുരക്ഷിതമായി ഇവിടെ ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ, നടപടികൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ ചെറുക്കുക എന്നുള്ളത് AITUCയുടെ കടമയാണ്. ഇവിടെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലാകാരൻ സൂചിപ്പിച്ചതുപോലെ AITUCക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഖാവാണ്. ആ സഖാവിനെയാണ് പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ദാരുണമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അടികൊണ്ട് ആ സഖാവ് കാട്ടിനുള്ളിൽ കിടക്കുകയായിരുന്നു. എഴുന്നേക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവസാനം യൂണിയൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കേട്ടറിഞ്ഞ് വാഹനങ്ങളിൽ അവിടെ എത്തി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആംബുലൻസ് വരുത്തിയാണ് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട്
ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാകണം. സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി ജി കലാധരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ എം അനൂപ്, എസ് രതീഷ് കുമാർ, ഷാജി പി ബാബു, ബിബിൻ, ഷാജി, സതീഷ്, ഗോപകുമാർ, മജീഷ്, ജയമോൾ, നജിലിന, ഖലീഫ, സോണി എന്നിവർ നേതൃത്വം നൽകി. എസ്റ്റേറ്റിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച ഷൈജുവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരയിൽപ്പെട്ട് വള്ളം തകർന്നു. വള്ളത്തിലുണ്ടായിരുന്ന 8 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. പരിക്കേറ്റ ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നീണ്ടകര ഹാർബറിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. ബുധനാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. നീണ്ടകര ഹാർബറിന് പടിഞ്ഞാറ് ഭാഗത്ത് തിരയിൽപ്പെട്ട വള്ളം 2ആയി ഒടിയുകയായിരുന്നു. 8 തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഇവർ നീന്തി രക്ഷപ്പെട്ടു. പരിക്കേറ്റ തൊഴിലാളികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നീണ്ടകര ഹാർബറിലേക്ക് വരികയായിരുന്ന വർണ്ണപുത്രൻ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ഉടമകൾ പറഞ്ഞു. 10 പേരാണ് വള്ളത്തിന്റെ ഉടമകളായുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ 24-ന് പുലർച്ചെ 4 മുതൽ ആരംഭിക്കും. 15,000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4 മുതലാണ് ബലിതർപ്പണം ആരംഭിക്കുന്നത്. ശ്രീശുകൻ കാർമ്മികത്വം വഹിക്കും. 15,000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് അന്നദാനവും നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഷാർജയിൽ മരിച്ച വിഭജികയുടെ റീപോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹത്തിൽ ചില പാടുകളുണ്ടെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി മുകേഷ് GB പറഞ്ഞു. ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘമാണ് വിഭജികയുടെ റീപോസ്റ്റ്മോർട്ടം നടത്തിയത്. തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചു. ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ ശരീരത്തിൽ ചതവുകളും അടിയേറ്റപാടുമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇൻക്വസ്റ്റ് നടപടിയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് ഡിവൈഎസ്പി മുകേഷ് GB പറഞ്ഞു. വിദേശത്തുള്ള പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും ഡിവൈഎസ്പി മുകേഷ് GB പറഞ്ഞു. വിഭജികയുടെ മൃതദേഹത്തെ അനുഗമിച്ച് ഭർത്താവോ വീട്ടുകാരോ വന്നിട്ടില്ല. അറസ്റ്റ് ഭയന്നാണിത്. അതിനിടെ ഈ കുടുംബം ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. അതിനാൽ അടിയന്തര നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും. വിഭജികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് റീപോസ്റ്റ്മോർട്ടം നടത്തിയത്. തിരുവനന്തപുരം RDയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തഹസീൽദാർ ലീന ശൈലേശ്വരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ രാത്രി 11:30ഓടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 1 മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ജൂലൈ 9-നാണ് കേരളപുരം പൂട്ടാണിമുക്ക് രജിതാ ഭവനിൽ വിഭജിക, മകൾ വൈഭവി എന്നിവർ ഷാർജയിൽ മരിച്ചത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെ പോലീസ് നടപടികൾക്കായി രക്തബന്ധത്തിൽപ്പെട്ടവർ ഹാജരാകണമെന്ന് അറബ് എമിറേറ്റ്സ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശൈലജയും ബന്ധുവും സഹോദരൻ വിനോദും ഷാർജയിലെത്തിയിരുന്നു. 2020 നവംബറിലായിരുന്നു വിഭജികയും കോട്ടയം പനച്ചിക്കാട് പൂവൻതുരുത്ത് വലിയ വീട്ടിൽ നിതീഷുമായുള്ള വിവാഹം നടന്നത്. വിഭജികയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 5 മണിയോടെ വീട്ടിലെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്ഥികൾ പൂക്കുന്ന മണ്ണിൽ സമരേതിഹാസത്തിന് അന്ത്യവിശ്രമം. കാലത്തെ സാക്ഷിയാക്കി വലിയ ചുടുകാട്ടിൽ VSന് നിത്യനിദ്ര. PT പുന്നൂസിനും TV തോമസിനും അരികെയാണ് VSനും അന്ത്യവിശ്രമം ഒരുക്കിയത്. VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ 10,000. വേലിക്കകത്ത് വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 1000. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും റീക്രിയേഷൻ ക്ലബിലും പൊതുദർശനം. കേരളത്തിന്റെ സമരനായകൻ VS അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ 1000 കരുനാഗപ്പള്ളിയിൽ. ബുധനാഴ്ച രാവിലെ 6-നാണ് വിലാപയാത്ര കരുനാഗപ്പള്ളിയിലെത്തിയത്.
മാറത്തടിപ്പിച്ച ആയിരങ്ങൾ. ഓച്ചിറയിലും കായംകുളത്തും വൻ ജനാവലി. രാത്രിയും മഴയും കടന്ന VS-നെ കാണാൻ വൻ ജനക്കൂട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.